മാനുഫാക്ചറിങ്ങിൽ കണക്കുകളുടെ ഒരു പ്രാധാന്യം ഞാൻ സത്യത്തിൽ ഇന്നാ മനസ്സിലാക്കിയത്. ഞാൻ പലരും ഈ അഭിമാനത്തോട് പറഞ്ഞു കണക്ക് എൻ്റെ വിഷയം അതൊക്കെ ഉണ്ടെന്ന് നോക്കിക്കോളും. അപ്പോൾ ആദ്യം എനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എങ്ങനെ നമ്മുടെ ഭാഷയിൽ സംസാരിക്കും, ഇത്ര ലളിതമായിട്ട് സംസാരിക്കും, നിങ്ങൾ കണക്കുകൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത്, എങ്ങനെ നമ്മളെ ഈ കച്ചവടക്കാർ നമ്മൾ രാവിലെ പറഞ്ഞ നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പറ്റുമോ ദഹിക്കുമോ ഡൈജസ്റ്റ് ആവുന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഇതൊരു 1 ദിവസത്തിൽ ചുരുക്കേണ്ട കാര്യമല്ല. പിന്നെ ഈ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഉള്ളവരോടല്ല, ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ്സാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം കണക്കുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിൽ ഫൈനാൻസിന്റെ പങ്ക്, നമ്മുടെ കച്ചവടം വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്. പല സ്ഥലത്തും ഈ 80% SMEസും സ്റ്റാർട്ടപ്സും പരാജയപ്പെടുന്നതിന്റെ കാരണം ഇത് തന്നെയല്ലേ അല്ലേ? അപ്പൊ ആ ഒരു അളവ് കുറയ്ക്കാൻ ഈ സാമ്പത്തിക സാക്ഷരത കൂടുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും, അപ്പോ പലരും പല കമ്പനിയിൽ ഇവൻ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് ട്രെയിനിങ്. ഒരിക്കലുമല്ല കേട്ടോ, ഒരിക്കലുമല്ല. നിങ്ങളത് കാണുന്നവര് വീണ്ടും വീണ്ടും പഠിക്കണം. ലേണേഴ്സ് സാർ, ലേണേഴ്സ്. ഓക്കെ, താങ്ക് യു.